അളിയാ എന്നാണ്ട് വിശേഷമൊക്കെ ജേക്കേ? എടാ റോയ്സ, ഞാൻ ആകെ അന്താടിച്ചിരിക്കുന്നു. എന്ത് പറ്റി? എടാ, ജീവിതത്തെക്കുറിച്ച് ടോൾസ്റ്റോയ് എഴുതിയിട്ടുണ്ട്, ചന്തക്കുഴി സുമേഷ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആധികാരികത പരിശോധിച്ചാൽ എൻ്റെ ഈ പോസ്റ്റിന് 4 എഴുത്ത് വരുമോ? കാരണം എന്താ? ഉയർന്ന ചിന്താഗതിയില്ല. അളിയ, ഞാൻ ഇത്തിരി തിരക്കിലാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ കൂടെ വിളിക്കാം കേട്ടോ. ഓക്കെ. നല്ല ഉയർന്ന ചിന്താഗതി ജീവി. റീജ, എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് വടി പോലെ ആക്കണേ, അയൺ ചെയ്ത്. ഈ വെള്ളിമൂങ്ങയില് ബിജു മേനോൻ പോണ പോലെ എന്നും ഉടുത്തൊരുങ്ങി രാവിലെ തന്നെ എങ്ങോട്ടാ? എടി, ലക്കിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ ലുക്ക്. നീ അത് മനസ്സിലാക്കണം. സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടേ സീരിയസ് എക്സ്പ്രഷൻ ഇട്ടിട്ട് ആ ലാപ്ടോപ്പിന് മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാലേ ആർക്കും മനസ്സിലാവും എന്ത് നിങ്ങള് ഗെയിം കളിക്കാന്ന്. നിങ്ങൾ അറിയണവർക്കൊക്കെ മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് ആ കുട്ടികളുടെ ഗെയിം മാറ്റിയിട്ട് ഒരു പക്വതയുള്ള ഗെയിം കളിച്ചൂടെ? എടി, കുട്ടികളുടെ ഗെയിം കളിച്ചാലാണ് നമ്മൾ ആ യൗവനം നിലനിർത്താൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? സൈക്കോളജിക്കലി അങ്ങനെ കുറേ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ. അതിനെക്കുറിച്ചൊക്കെയുള്ള ഗ്രാഹ്യമുള്ള ആളാണ്. നിന്നോട് അതൊന്നും പറഞ്ഞിട്ട് എന്ത് കാര്യം? ചൈൽഡ് ലൈക്ക് ആയിക്കോ, പക്ഷെ ചൈൽഡിഷ് ആവരുതെന്നൊരു ചൊല്ലുണ്ട്. സാർ അത് കേട്ടിട്ടുണ്ടോ? അതൊക്കെ കേട്ടിട്ടുണ്ടേ. നീ എന്തായാലും ഡിഷിനെ കുറിച്ച് എന്നെ ഓർപ്പിച്ച സ്ഥിതിക്ക് നമ്മുടെ ഇഞ്ചി, കുക്കുംബർ, മഞ്ഞൾ ജ്യൂസ് അത് റെഡിയാണോടി? പെട്ടെന്ന് എടുക്ക്. നീ അധ്വാനിക്കുന്നവർക്കാണ് ഈ എനർജി ഡ്രിങ്ക് ഒക്കെ. നിങ്ങളിവിടെ എന്ത് മലമറിച്ചിട്ടായി ഇത് പറയണത്? നിങ്ങൾക്ക് ശരിക്കും എന്താ ഇവിടെ പണി? എനിക്ക് എന്താന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്താ പണി എന്നുള്ളത്? അയ്യോ, സത്യമായിട്ടും എനിക്ക് അറിയില്ല റോയിച്ച. എനിക്ക് എന്താ പണി? നിങ്ങൾക്ക് എന്താ ശരിക്കും പണി? അതാ ഞാനും ആലോചിക്കണേ. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ കൃത്യമായിട്ടൊരു ജോലി വേണമെന്ന്? എന്താ ആവശ്യത്തിന്? എടി, 25 വയസ്സിലൊരുത്തരും സർക്കാർ ജോലിക്ക് കയറിയെന്ന് വെച്ചോ, അവൻ കയറിയ ഉടനെ തന്നെ ഒരു 2 വീലർ ലോൺ, ഒരു 4 വീലർ ലോൺ, പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹൗസിംഗ് ലോൺ എടുക്കും. പിന്നെ ആയുഷ്കാലം മുഴുവൻ ഈ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടും. അവൻ ആ ജോലിക്ക് കയറിയ സമയത്തുള്ള അവൻ്റെ ഹെയർ സ്റ്റൈല്, അവൻ്റെ ഡ്രസ്സിൻ്റെ സ്റ്റൈല്, ഇത് മുഴുവൻ റിട്ടയർ ആവണ ആ സമയം വരെ ബാക്കി ഉണ്ടാവും. എടി, ലൈഫിൽ സെക്യൂരിറ്റി ഉള്ളൊരു പണിയും ചെയ്യരുത്, ഓപ്പർച്യൂണിറ്റി പോകത്തില്ലേ? അതുകൊണ്ടല്ലേ ഞാനൊന്നും ചെയ്യാത്തത്. വിവരമില്ല. കർത്താവേ, ഈ നാട്ടുകാരോടും വീട്ടുകാരോടും എന്തിനും ഈ അസോസിയേഷനിലെ ഫ്ലാറ്റുകാരോട് പറയാനായിട്ടെങ്കിലും ഒരു ജോലി എനിക്ക് പറഞ്ഞു തരൂ. മനുഷ്യന് നാണം കെട്ടുമ്പോൾ അടുത്തുപോയി. തിങ്കളാഴ്ച ഞാൻ വസ്തു ബ്രോക്കർ, ചൊവ്വാഴ്ച വാഹന ബ്രോക്കർ, ബുധനാഴ്ച നമ്മൾ റെൻറ്റിൻ്റെ ഒക്കെ ബ്രോക്കർ, വ്യാഴാഴ്ച പിന്നെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് അതിൻ്റെ പിന്നാലെ പോകും. വെള്ളിയും ശനിയും പിന്നെ ഞാൻ എന്തായാലും ലീവിലാണല്ലോ. എടി, ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവന്മാർ ആരുണ്ടാക്കണ കേൾക്കുള്ളൂ, കാശ് ഞാൻ ഉണ്ടാക്കുന്നില്ലടി. അയ്യോ, എന്നിട്ട് ഉണ്ടാക്കിയിട്ടതൊക്കെ എവിടെ കൊണ്ട് പൂത്തി വെക്കണേ? എവിടേക്കൊന്നും കാണുന്നില്ലല്ലോ. അത് നമ്മുടെ ലോക്കൽ പ്രതിഭാ ക്ലബിലിരുന്ന് വെള്ളമടിച്ച് ചീട്ട് കളിച്ച് തരും. ഇടി, അന്നാന്ന് കിട്ടുന്ന പൈസ അന്നാന്ന് തീരണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ ലൈഫിൽ സെക്യൂരിറ്റി വരും. സെക്യൂരിറ്റി വന്നാൽ പോയില്ലേ, ഓപ്പർച്യൂണിറ്റി ഇല്ല. അവന് സെക്യൂരിറ്റി ബ്രേക്ക് ആവാൻ ഞാൻ സമ്മതിക്കില്ല. ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. നീ എന്ത് പറഞ്ഞാലും ശരി. എടി, ടയർഡായി, ഒരു ചായ തരാമോ? അതിനൊരു കുറവും വരുത്തണ്ട. ഭയങ്കര ചൂടിലാണല്ലോ. പെട്ടെന്ന് എടുക്ക, ഞാനും കൂടെ. നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോണില്ല മനുഷ്യൻ. ചായ എടുക്കണേ, വേട്ടെ. ഞാൻ എടുക്കണ ഇതൊന്നും എടുത്തന്നെ, ചായപ്പൊടിയും പഞ്ചസാര. ഓക്കെ. പഞ്ചസാരയൊക്കെ വലിയ കല്ലാണല്ലോ, ഉപ്പ് പോലെ ഇരിക്കണം. വല്ലപ്പോഴും അടുക്കളയിൽ കയറണ. അതെ, അതെന്താ? അത് ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. അത് ഒന്നോടെ ഇടിക്കും. നിങ്ങൾ ഈ ബുദ്ധിജീവി ചമഞ്ഞിട്ടേ കുറെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒന്നും ഇട്ട് ഇവിടെ ആരും വേവില്ല റോയിച്ച. അത് ആദ്യം പറഞ്ഞേക്കെ. എടേ, കളിയാക്കാം, പക്ഷെ പരിഹാസം പാടില്ല. ഭയങ്കര മോശമാണ്. രണ്ടും ഒന്നല്ല. എടി, കളിയാക്കൽ എന്ന് പറഞ്ഞാലല്ല, ഈ കളിയാക്കപ്പെടണവനും കളിയാക്കണവനും തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല. സോഫ്റ്റാണ് കാര്യങ്ങൾ. പക്ഷെ പരിഹാസം എന്ന് പറഞ്ഞാൽ ഒരാളെ കുത്തി നോക്കണതാണ്. അത് ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ്. കൺവിൻസ്ഡ്. പള്ളിയിലച്ഛൻ്റെ പ്രസംഗം പോലെയുണ്ട്. എനിക്ക് പള്ളിയിലച്ഛൻ്റെ പേര് നീ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. എന്താണെന്നറിയാമോ? ഞാൻ നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എടി, എൻ്റെ അപ്പനെ എന്നൊരു വികാരിയാക്കണമെന്നായിരുന്നു ആഗ്രഹം. സത്യമായിട്ടും. എന്താ നീ വല്ലതും പറഞ്ഞാ? അല്ല, അത് മറ്റേ തിരുസഭയ്ക്കും വിശ്വാസികൾക്ക് തീരെ നഷ്ടമായി പോയെന്ന് ആലോചിച്ചത് ഞാൻ. എന്താണ് പരിഹാസല്ല, കളിയാക്കിയതാണോ? ആയിരിക്കും.
ഇതാരവിടെ കൊണ്ടിട്ടെ? ഏത്? ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് മിഠായി കടലാസ് കളയരുതെന്ന്. ഓ, നീ ഇന്നലെ തിന്നിട്ടായിരിക്കും. ഞാൻ തിന്നൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടായിരുന്നു. ഇങ്ങോട്ടല്ലോ ഒറ്റ തന്നാണ്ടല്ലോ. തല്ലല്ലേ ഇത്, മനുഷ്യരെ കൊല്ലാൻ വരില്ല ഒരു മിഠായി കള്ളാസിന്റെ കാര്യത്തിൽ. അതിന് തീ കുറച്ച് തിളച്ചു നോക്കിയേ. തീ തിളച്ച് തിളച്ചു തുടങ്ങി. ചായേ കുറച്ച് കടുപ്പ് കുറച്ചാൽ മതി കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ നീ തന്നത് മറ്റേ ചോര പോലെ ഇരുന്ന്. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. അതല്ല വിഷയത്തിൽ നിന്ന് തെന്നി മാറാൻ പറ്റേ. എന്തിനു വിഷയത്തിൽ എന്ത് തന്നെ മാറും? നിങ്ങളെ മറ്റേ പണ്ട് അച്ഛൻ പട്ടത്തിന് പോയതും അവിടുന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്നതൊക്കെ ആ കഥയൊക്കെ എനിക്ക് അറിയാം കേട്ടോ. നീ ഇത്ര നാളും ഇത് പറഞ്ഞിട്ടില്ല എന്നോട്. ആരാ മൂടി വെച്ചിരിക്കുന്നു? എന്താ അത് നിങ്ങൾക്ക് വേദനിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. എനിക്ക് എന്ത് വേദന ഉണ്ടാവാനാണ്? ഞാൻ ആ റെക്ടറേഷനായിട്ട് ഉടക്കി പോകുന്നതാണ്. എന്തെങ്കിലും അവർക്കാണ് നഷ്ടപ്പെട്ടത്, എനിക്കിത് നഷ്ടപ്പെടാൻ എനിക്ക് എന്ത് വേദന? അവർക്ക് ഒരു മെത്രാനാവേണ്ട മുതലാണ് നഷ്ടപ്പെട്ടത്, അല്ലാതെ എനിക്കെന്ത് പ്രശ്നം? പിന്നെ പക്ഷെ ഞാൻ അതിനല്ലല്ലോ കേട്ടത്. പിന്നെ നീ എന്താ കേട്ടത്? പുറത്താക്കിയെന്നാണല്ലോ കേട്ടത്. പുറത്താക്കിയ? എന്ത് കാരണത്തിന്? എന്ത് കാരണത്തിന് പുറത്താക്കിയെന്നാടി നീ കേട്ടത്? അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവൂലേ? എനിക്കൊരു വിഷമമൊന്നുമില്ല. ഞാൻ എന്തിനാ വിഷമിക്കണേ? എന്നാ പറയട്ടെ. പറ. മറ്റേ സെമിനാരിയിൽ പോയപ്പോഴേ അവിടെ അടുക്കള പണിക്ക് വന്ന ഒരു പെണ്ണിന് പ്രേമലേഖനം കൊടുത്തുന്നോ, അവര് വത്തിക്കാനിലേക്ക് പരാതി അയച്ചുന്നോ, പിന്നെ നിങ്ങളെ പിടിച്ച് പുറത്താക്കിന്നോ, എന്തൊക്കെയാണ് ഞാൻ കേട്ടെ. വത്തിക്കാനിലേക്ക് പരാതി അയച്ചതിനൊന്നുമല്ല എന്നെ പുറത്താക്കിയത്. പുറത്താക്കിയിട്ടുണ്ടല്ലേ? അത് സത്യല്ലേ? വെറുതെ അട്രാക്ഷൻ തന്നെ ചോദ്യം ചെയ്തു. ഏടി പുറത്താക്കിന്ന് പറയണെങ്കിൽ എന്തോ കാരണം. നിന്നോട് നോണയൊക്കെ പറഞ്ഞു ആ ചാണ്ടിയല്ലേ അസോസിയേഷൻ പ്രസിഡന്റ്, എനിക്കറിയാം. അവൻ എന്നോട് പണ്ട് പോലും വൈരാഗിയുണ്ട്. റെക്ടറേഷന്റെ ഡ്രൈവർ ആയിരുന്നു, അവനറിയാമോ? അതെ, എന്റെ അടുത്ത് കഥ പറഞ്ഞു ചാണ്ടി മാത്രമൊന്നല്ല, പലരും കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായ? മെയിൻ ആയിട്ട് എന്തായാലും പറയണ ചാണ്ടി ആയിരിക്കും. അവന്റെ പെണ്ണുമ്പളെ പലരുടെ ഡ്രൈവറൊപ്പം ഒളിച്ചോടി പോയി. അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ ഭാര്യമാരും ഒളിച്ചോടണം, അതാണ് അവന്റെ ആഗ്രഹം. ഈ കണക്കിന് പോയാൽ ഞാൻ മിക്കവാറും ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോകും. നിങ്ങളുടെ കൂടെ ഒരു വൈബും ഇല്ല മനുഷ്യ. നിങ്ങളുടെ കൂടെ ഒരു വൈബും ഇല്ല. ചായ വേണോ? കുടിച്ചോ. കോളിമില്ലടിക്കണ്ടല്ലോ, ആരാന്ന് ചായ വേണ്ട. അപ്പൊ ചായ വേണ്ടേ? ആ തുണി ഒന്ന് എടുക്കോ വിരിച്ചിട്ടത്? ആരോട് പറയണ ഇപ്പൊ ചായ എന്തിനാ? ഞാൻ കുടിക്കാം. അളിയ നീ ആയിരുന്നോ? അളിയ ജേക്കെ എന്തോടെ അങ്ങനെ കലിപ്പിച്ചു? ഇടാ മനുഷ്യനായ കുറച്ചൊക്കെ അന്തസ് വേണം, അന്തസ്. പറയണ വാക്കും പ്രവൃത്തിയും തമ്മിൽ കുറച്ചെങ്കിലും ബന്ധം വേണം. ഇത് ഏത് നാടകത്തിലെ ഡയലോഗ്? ഇടാ നിനക്ക് ബാങ്ക് ലോണും കുടിശ്ശിക കാണുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരിൽ പേഴ്സണൽ ലോൺ സാറിന്റെ ബാങ്കിൽ നിന്ന് എടുത്തു തന്നത്. ഓർമ്മയുണ്ട്. അന്നാണ് നിന്നെ ഞാനൊരു നല്ല ഫ്രണ്ടായിട്ട് അംഗീകരിച്ചു. എന്നിട്ട് അതിന്റെ കുടിശ്ശിക കൂടിയപ്പോഴാ ഞാൻ എൻ്റെ വണ്ടി പ്ലെഡ്ജ് ചെയ്ത് 1 ലക്ഷം രൂപയും കൂടെ എടുത്തു തന്നു. അത് ഓർമ്മയുണ്ട? ഇതെന്തോന്നളിയ ചോദ്യോത്തര പങ്ക്തിയോ എന്തോ അത്? എന്നിട്ട് നീ ഇപ്പൊ അതും കുടിശ്ശികയിലിട്ടിരിക്കുകയല്ലേ പുല്ലേ? എൻ്റെ അളിയ മനഃപൂർവ്വം അല്ല, ഒരു വസ്തു കച്ചവടം ചെയ്തു, അതിന്റെ കമ്മീഷൻ കിട്ടാൻ്റെ അളിയ, അതുകൊണ്ടാണ്. കിട്ടിയിട്ടില്ല, കിട്ടി അപ്പൊ തന്നെ സെറ്റിൽ ചെയ്യും. എപ്പോ തരും? ഒരു 3 മാസം, ജസ്റ്റ് 3 months. എടാ 3 മാസവും? എടാ എന്റെ സിവിൽ സ്കോറിന് പ്രശ്നം തരൂടാ. എനിക്കിപ്പൊ തന്നെ ആരും ലോൺ തരണ്ട. നിന്നെ സഹായിക്കാൻ ഞാൻ ആകെ പെരുവഴി നിൽക്കുകയാണേ. ഈടാ ഈ സിവിൽ സ്കോർ ഒക്കെ എല്ലാ അവന്മാരെയും ചളായി കിടക്കാണ്. അത് നോക്കി കഴിഞ്ഞാൽ ഒരുത്തിനും ലോൺ കിട്ടൂല. നീ ധൈര്യമായിട്ടിരിക്കളിയാ. എടാ നിനക്ക് എപ്പോൾ തരാൻ പറ്റും? നീ ഒന്ന് പറഞ്ഞേ കറക്റ്റ്. അളിയ 3 മാസം എടുക്കും മറ്റേ കേസിലാണെങ്കിൽ. പിന്നെ ഒരു വഴിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോൺ കിട്ടാൻ്റെ അളിയ. എവിടെ നിന്ന്? നിന്റെ ബാർ അസോസിയേഷൻ ലോൺ. അളിയ ഇത്രയും വയലിന്റെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഏത് സമയത്തൊന്നും ഇവന് ലോൺ എടുത്തു കൊടുക്കാൻ തോന്നി? അളിയ നീ ഒന്ന് സമാധാനിക്കളിയാ. ഈ 3 മാസമൊന്നും ചിലപ്പോൾ വേണ്ടി വരത്തില്ല, ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് നടക്കും ഉറപ്പായിട്ട്. എപ്പോൾ പൈസ വന്നാലും അളിയന്റെ കാശ് ആദ്യം സെറ്റിൽ ചെയ്തിട്ട് ബാക്കി പരിപാടിയുള്ളൂ. ഇതല്ലേ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വിളിച്ചപ്പോഴും നീ പറഞ്ഞു? ഒരാഴ്ച മുമ്പ് അന്നേരം സിറ്റുവേഷൻ വേറെ ഇല്ലായിരുന്നു അളിയാ. ഹലോ, അല്ല എന്തോ റീജക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ? എന്നിട്ട് എനിക്ക് വക്കീലിനോട് എന്ത് ദേഷ്യമോ? അല്ല ഞാൻ റോയിച്ചനോട് ഇങ്ങനെ ദേഷ്യത്തിൽ കാശ് ചോദിച്ചെന്റെ. അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയായിട്ട് രാവിലെ ഞാൻ ഒന്ന് ഉടക്കി, അതിന്റെ ഹാങ് ഓവറാ. സർവ്വസാധാരണ ചെറിയ പ്രശ്നം. അളിയ എന്നാണെങ്കിലും നീ എന്നെ തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ വന്നത് നന്നായി.
ഇവളുടെ ഒരു മുടിഞ്ഞ സംശയമുണ്ട്, അതൊന്ന് മാറ്റി കൊടുത്തിട്ട് നീ പോയാൽ മതി. സംശയം? ഈയിടെ ഞാൻ പണ്ട് സെമിനാരിൽ പഠിക്കാൻ പോയില്ലേ അച്ചമ്പട്ടത്തിന്, അന്നേരം ഒരു പെണ്ണുപിടിയനാണെന്നും ഭയങ്കര പ്രശ്നക്കാരനാണെന്നൊക്കെ നമ്മുടെ ഈ അസോസിയേഷൻ പ്രസിഡന്റ് ചാണ്ടി, ഇയാളിത് കംപ്ലീറ്റ് പറഞ്ഞു നടക്കുമെന്ന് ഇവക്കടെ അടുത്ത് പറഞ്ഞു കൊടുത്തേക്കണം. അത് ഞാൻ മോളെ ആൻറ്റിയുടെ മോളെ കല്യാണത്തിന് പോയപ്പം ചാണ്ടി ഈ ഡയലോഗ് അവിടെ അടിക്കണം ഞാൻ കേട്ടത്. കണ്ട ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? ഇവനിത് മുഴുവൻ പറഞ്ഞു നടക്കുന്നത്, നാട് മുഴുവൻ പറഞ്ഞു നടക്കുകയാണ്. അതാണ് പ്രശ്നം. എടാ നീ എന്തിനാ അത് എടുത്ത് വെക്കണത്? നാട്ടുകാരെ വാട മൂടിക്കെട്ടാൻ നമുക്ക് പറ്റൂലല്ലോ. അതൊക്കെ ശരി തന്നെയാണ്. ഇത് പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവന്റെ ഭാര്യ ഡ്രൈവറിനൊപ്പം ഒളിച്ചോടി. അപ്പൊ ഇവന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നാട്ടുകാരുടെ ഭാര്യ മൊത്തം ഒളിച്ചോടണം. ആ മൈൻഡിലാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലടാ, ഒളിച്ചോടിയ കാര്യം പറയുമ്പോഴാണ് ഞാൻ ഇന്നലെ ന്യൂസ് പേപ്പർ വാങ്ങിച്ചപ്പോൾ ഷോക്കായി. എന്തുപറ്റി? കഴിഞ്ഞ 11 മാസത്തിന്റെ ഇടയിൽ 2869 ഭാര്യമാരാണ് അന്യപുരുഷന്മാരൊപ്പം ഒളിച്ചോടിയത്. എത്ര? 2869. ഈ സാംസ്കാരിക കേരളം ഇത് എങ്ങോട്ടാണ്? അല്ല, അതിനകത്ത് ഒരാൾ നിന്റെ ഭാര്യയല്ലേ? ആ കണക്ക് അത് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലെങ്കിൽ ചേർക്കാൻ പറയടാ. 2870 തേയട്ടെ. ഭയങ്കര കുടുംബ കോടതി വക്കീലാണ്. സ്വന്തം കാര്യം നോക്കാൻ പറ്റിയില്ലോടാ നിനക്ക്. ശവത്തിൽ കുത്തല്ലേ? ആ ശവം തലേന്ന് എങ്ങനെയെങ്കിലും ഊരി പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കണം. പിന്നെ ആകെ ഒരു സമാധാനം ഉണ്ടെന്നാ, ജഡ്ജിയിലെ ഭാര്യ ഇപ്പൊ ആരോട് ഒളിച്ചോടി. അത് കേട്ടപ്പോ ഒരു മനസ്സുഖം. ഞാനടാ പോലത്തെ ആണുങ്ങളല്ലേ ഭാര്യമാരെ ഒളിച്ചോടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു നടക്കണ ചാണ്ടിമാർക്കാണ് പ്രശ്നം. എൻ്റെ അളിയ പൊന്ന് ജേക്കെ, എൻ്റെ ഭാര്യയുടെ തെറ്റിദ്ധാരണ നീ ഒന്നും മാറ്റി കൊടുക്കണം. നിങ്ങളെ പറ്റിക്ക് ധാരണയില്ല, പിന്നല്ലേ തെറ്റിദ്ധാരണ. എടാ എന്തോന്നാണ് പ്രശ്നം? പ്രശ്നം വേറൊന്നുമല്ല അളിയ. ഈ ചാണ്ടി ഉണ്ടല്ലോ, ഞാൻ മറ്റേ അച്ചപ്പട്ടത്തിന് പഠിക്കാൻ പോയപ്പോഴേ അവിടെ അടുക്കള പണിക്ക് വന്നൊരു പെണ്ണിന് പ്രേമലേഖനം കൊടുക്കുമെന്നും പറഞ്ഞിട്ടാണ് ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുത്തോണ്ട് നടക്കുന്നത്. ആ അല്ല, അടുക്കള പണിക്ക് വന്ന പെണ്ണിന് പ്രേമലേഖനം ഇവൻ കൊടുത്തെന്ന് പറയണത് നുണക്കഥയാണ് കേട്ടാ. ഞാൻ കേട്ടത് അങ്ങനെയൊന്നുമല്ല. കേക്ക് പറയണം, മുഴുവൻ ശ്രദ്ധിച്ച് കേക്ക് നീ. പിന്നെന്താണ് സത്യം? അല്ല, ഈ അടുക്കള പണിക്ക് വന്നാണ് അതും ഇവൻ അച്ചമ്പട്ടത്തിന് പഠിക്കാൻ പോകുമ്പോഴത്തേക്കും കേവലം ഒരു അടുക്കളക്കാരിക്ക് ഇവൻ ലെറ്റർ കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഇയാളെ സ്വഭാവം വെച്ചിട്ടപ്പോ കൊടുക്കുന്നത് റോയിച്ച അത്ര തരം താഴെ ലെവലിൽ ആയിരിക്കത്തില്ല. ആ അളിയ, എന്താണ് സത്യം എന്ന് പറഞ്ഞു തരുമോ? സത്യം ഞാൻ പറയാം. അവിടെ അടുക്കളപ്പണിക്ക് വന്ന സൂസിക്ക് രാത്രി ഒരു തുള്ളപ്പനി. തുള്ളപ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിയുടെ ഒപ്പം ഇങ്ങനെ വിറവല് വരും, അതിനാണ് തുള്ളപ്പനി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്ത്, എനിക്ക് ചില ചെപ്പടി വിദ്യകളൊക്കെ അറിയാം. ഞാൻ എന്ത് ചെയ്ത്, രോഗശാന്തി ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മലയാളിയ ഇത് കേൾക്കണം, ഒരു ചെറിയ തുണ്ട് കടലാസിൽ ഒരു 20 എഴുതി കൊടുക്കും. ഈ അച്ചമ്പട്ടത്തിന് പഠിക്കാൻ വന്നിട്ട് 10 കൊല്ലമായിട്ട് പട്ടം കിട്ടാത്ത ചില പട്ടികൾ ഇവരെന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ തുണ്ട് കടലാസ് മേടിച്ചിട്ട് അത് പ്രേമലേഖനം പറഞ്ഞ് മൊത്തം തന്നെ നാറ്റിച്ചു കളഞ്ഞു. അതാണ് സംഭവിച്ചത്. ഇതൊക്കെ ആര് വിശ്വസിക്കാനാ? തെളിവില്ലാണ്ട് നിങ്ങൾക്കെതിരെ നടപടി എടുക്കുമോ മനുഷ്യ? അളിയ, തെളിവില്ലാതെ നടപടി എടുക്കും. പ്രശ്നം എന്താന്ന് പറയുമ്പോ അവിടുത്തെ റെക്ടർ ഉണ്ടല്ലോ, എന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അയാൾ ഉണ്ടാക്കിയതാണ് ഈ കഥയൊക്കെ. കഥകളായിട്ട് വന്നോ? അല്ല, ഞാൻ കേട്ടത് അങ്ങനെയൊന്നുമല്ല. പിന്നെ സൂസിക്ക് മാത്രമല്ല, സൂസിക്ക് മുമ്പേ അവിടെ വന്നിരുന്ന ജോലി ചെയ്തിരുന്ന 8 പേർക്ക്, അതായത് 8 സ്ത്രീകൾക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അളിയ ജെക്കെ, ഇത് ഇതിനും അല്ല, അന്നത്തെ ഇതില് രോഗമുക്തിയും ശുശ്രൂഷയൊക്കെ ഇവനൊക്കെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഞാനൊന്ന് പറയട്ടെ, പറയാനൊരു അവസരം ഇല്ല. ഈ 8 പേർക്ക് മുമ്പ് കൊടുത്തതും തിരുവചനം എഴുതി കൊടുത്തത് തന്നെയാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അച്ചപ്പട്ടത്തിന് പഠിക്കില്ല, ഡോക്ടറൊന്നുമല്ല ഞാൻ, മാറാൻ വേണ്ടിയിട്ട് രോഗശാന്തി അങ്ങനെ, അത് അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ, വചന ശുശ്രൂഷ അതുകൊണ്ടെന്ന്. വചന ശുശ്രൂഷ ഉണ്ടായിരുന്നു, അത് രോഗശാന്തിയുടെ ഭാഗമാണ്. രണ്ടും ഒന്നാണ്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ധാരണയില്ലേ? അതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ കേട്ടത് പറഞ്ഞതേ ഉള്ളൂ. നീ എന്താണ് എന്റെ കുടുംബ കുളന്നോട്ടാ വന്നത്? ആരാടാ നിന്നോട് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? വൃത്തികെട്ട മനുഷ്യൻ. എടാ, നമ്മളെ നെബുവിന്റെ സഹോദരൻ മറ്റേ സാബു വെച്ചില്ലേ, ഇളംകുളം. ആ ഇളംകുളം കാര്യം തന്നെ. നിന്റെ കൂടെ അച്ചപ്പട്ടത്തിന് പഠിച്ചോണ്ടിരുന്നത്. അയാളാണ് ഈ നോണയൊക്കെ പറഞ്ഞത്. എന്താ സംഭവം എന്ന് അറിയാമോ? ഇയാള് ഞങ്ങള് പരീക്ഷ, അച്ചമ്പട്ടത്തിന്റെ പരീക്ഷ എഴുതുമ്പോണ്ടല്ലേ, എന്റെ നോക്കി കോപ്പി അടിക്കാൻ നോക്കി. ഞാനത് പറഞ്ഞു കൊടുത്തു, ഇയാളെ പിടിച്ചു. സത്യമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ സെമിനാരിയിൽ നിന്ന് നീ മതില് ചാടിയത് അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇവിടെ മതില് ചാടി ഒന്നും ഇല്ലടാ. പലപ്പോഴും പല ആവശ്യത്തിന് റെക്ടറച്ഛൻ എന്നെ പറഞ്ഞു വിടുകയാണ്. രാത്രി ആകുമ്പോ വാച്ച്മാൻ ഗേറ്റ് പൂട്ടും, അതുകൊണ്ട് ചിലപ്പോ മതിൽ ചാടി ഉണ്ടാവും. ഇതൊക്കെ മതില് ചാടി എന്ന് പറഞ്ഞ ആ അർത്ഥത്തിലല്ല പറയണ കേക്ക്. ഇന്നാള് ജോൺസൺ വെച്ച എന്നെ കണ്ടപ്പോ ഒരു കാര്യം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിട്ടേ ഇല്ല. എന്തോ താങ്ക് യു നിന്റെ അടുത്ത് പറഞ്ഞു. നീ എന്നാ മദർ സുപ്പീരിയറിന്
മറ്റേ മൂന്നാറിന് വരെ ഒരു ക്ഷണക്കത്ത് കൊടുത്തിട്ട്. പട്ടി, അത് അങ്ങനെയല്ല, മാന്നാർ പള്ളിയുടെ ധ്യാനത്തിന്റെ ലെറ്റർ കൊടുത്താണെന്ന്. അല്ല ഞാൻ അത് വിശ്വസിച്ചിട്ടില്ല, അച്ഛൻ പറഞ്ഞപ്പോ. എടാ നീ എന്നെ കാറിലായിട്ടാണോ അങ്ങോട്ട് വന്നത്? മനുഷ്യനാണ് തല കെട്ടി വെച്ച് തന്നത്. എന്റെ പപ്പ അന്നേ പറഞ്ഞതാ ഇയാളെ കെട്ടണ്ടാന്ന്. നിന്നുണ്ടല്ലോ, നീ എന്തിനാ നിങ്ങൾ കിട്ടെടുത്തേ? നീ എന്റെ കുടുംബം കലക്കാൻ വന്നാണോ? അതോ നീ ആര് കൊട്ടേഷൻ വന്നാണോ നീ? എന്താ നീ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോയില്ലെങ്കിലേ ഞാനൊരു കൊലക്കാശ് നോക്കാം. ആവശ്യമുള്ള സമയത്താണ് എന്താന്നറിയണോ? അല്ല കഥ എന്താന്നറിയണോ? എന്ത് കഥ? എന്താ കഥ? എന്താ അറിയാവുന്ന? അങ്ങനെ പറയാൻ പാകത്തിനുള്ള കഥയൊന്നുമില്ലല്ലോ. ഞാൻ കേട്ടത് പറഞ്ഞേ ഉള്ളൂ. നിന്നു നീ എന്താ പറയണ പ്രവൃത്തി ഇവിടെ അവിടെ മുതൽ എടുക്കട്ടോ, കട്ട് ചെയ്യണ്ട. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു നടക്കണ ചാണ്ടിമാർക്കാണ് പ്രശ്നം. പ്ലീസ് ഒന്ന് പറഞ്ഞ ഭാഗ്യത്തെ തെറ്റിദ്ധാരണ. നീ എന്നെ തെറി വിളിക്കാനാണെങ്കിൽ എന്നെ ചെയ്തിട്ട് കാര്യമില്ല. നീ എല്ലാം ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു. കട്ട് ചെയ്തിട്ടേ അത് സമയത്ത് ഇവൻ ലോൺ എടുത്തു കൊടുക്കാൻ തോന്നി. കട്ട് ചെയ്യാണ്ട് തന്നെ ഒന്ന് പറയണേ. അത് കഴിഞ്ഞിട്ട് അതിന്റെ ആ ഗ്യാപ്പിൽ എന്തായിരുന്നു?